മീനാക്ഷി പറയുമ്പോൾ കാണുമ്പോൾ അധികം നമ്മുടെ അടുത്ത് അധികം ഒന്നും സംസാരിക്കത്തില്ല. എന്ന് വെച്ചാൽ പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഒരു മെത്തേഡ് അതാണ്. പുള്ളിക്കാരിയുടെ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചും ആ ഡോക്ടറിന് പഠിക്കുന്നതെന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടറായതിനു ശേഷം ഞാൻ കണ്ടില്ല കേട്ടോ, അല്ലാതെയൊക്കെ കാണാറുണ്ട്. എനിക്ക് ദിലീപ് ചേട്ടന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വിധിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ രാവിലെ തന്നെ ഞാൻ കോടതിയിലെത്തി. അതിൻ്റെ പുറത്തു നിന്ന് ദിലീപ് ചേട്ടൻ കയറുന്നതും തിരിച്ച് മോചിതനായി ഇറങ്ങി വരുന്നതും മറ്റുള്ളവരെ ഇതിൽ കൊണ്ടുപോകുന്നതും ഒക്കെ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. എനിക്ക് പല്ലുവേദനയായിരുന്നു, എന്നാലും ഞാനിപ്പോൾ പല്ലെടുത്തിട്ട് സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. ദിലീപേട്ടൻ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ആലുവക്കാർക്ക്, മറ്റുള്ളവരുടെ കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല, ആലുവയിലുള്ള 8 പേർക്ക് ദിലീപേട്ടൻ മോചിതനായതിൽ വളരെയേറെ സന്തോഷം. 8 വർഷമായിട്ട് ഈ വിധി വന്നതിന് ചേച്ചിക്ക് എത്ര സങ്കടമുണ്ട്? 8 വർഷം കൊണ്ടാണ് ഈ വിധി വന്നത്. 8 വർഷം ആയപ്പോഴാണ് വിധി വന്നത്. അതിന് ഞങ്ങളെല്ലാവരും ദിലീപേട്ടൻ്റെ ഒരു ഫാനായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയായിരിക്കും വിധിയാണോ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിലും ഞാൻ പറഞ്ഞില്ല, ഏത് കോടതി ആയാലും ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും തമ്പുരാൻ ഒരു വിധി കൽപ്പിക്കും. കോടതിയേക്കാൾ വലിയൊരു വിധി തമ്പുരാനാണ് നിശ്ചയിക്കുന്നത്. അതിൽ നിന്ന് ദിലീപേട്ടൻ മോചിതനായി അതിൽ വളരെ സന്തോഷം. ദിലീപിനെ കാണാൻ വന്നിട്ടുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ചേച്ചീന് മുമ്പ് ദിലീപിനെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ ആലുവയിൽ വന്നിട്ട് 20 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ ദിലീപേട്ടനെ മിക്കവാറും ഒക്കെ കാണാറുണ്ട്. ഇവിടെ ഉള്ളപ്പം ഇവിടെ ഉണ്ടാവില്ല സാറങ്ങനെ. അതിന് മോള് ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ എല്ലാവരും അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ വരുമ്പോഴൊക്കെ, അതായത് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ബലിയിടുന്ന സമയത്തൊക്കെ വരാറുണ്ട്, അങ്ങനെയൊക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ നല്ല ഒരു എന്നും കാണാറുണ്ട്, നല്ലപോലെ അറിയുകയും ചെയ്യും. ഇപ്പോൾ കോടതി വെറുതെ വിട്ട സന്തോഷത്തിൽ ദിലീപേട്ടനെ കാണാൻ വന്നതാണ്. ഇന്നല്ലേ ഇന്നലെ കുറേ ദിവസങ്ങളായി ഇന്ന് വിധി പറയുന്ന ദിവസമാണ്. ദിലീപിൻ്റെ 8-ാം തീയതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥനയിലും ഒക്കെ നേർച്ചയിലും ഒക്കെ ആയിരുന്നു ഞാൻ. കാരണം എനിക്ക് ദിലീപിന് ഇത്രയും സിനിമാ നടന്മാരുള്ളതിലും ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളൊരു നടനാണ് ദിലീപ്. പുള്ളിക്കാരൻ്റെ പടങ്ങളൊക്കെ ഇറങ്ങിയാൽ അപ്പോൾ തന്നെ കാണുകയും അതിനൊത്തിരി നല്ല പടങ്ങളാണെങ്കിൽ ഒഴിവാക്കി വിടത്തേയില്ല. അപ്പോൾ ദിലീപേട്ടന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പം അതെങ്ങനെയാകും, വിധിയാണോ എന്താണെന്നുള്ളൊരു പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു ഞാൻ. പിന്നെ ഇന്ന് അവിടെ കോടതിയിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോടതി വേറൊരു അവസരത്തിൽ പോയിരുന്നു. ദിലീപേട്ടനെ കണ്ടു, ഇറങ്ങി വന്നപ്പം ദിലീപേട്ടൻ വിളിച്ച് ടാറ്റ കൊടുത്തു, സന്തോഷിച്ചു. ഒത്തിരി സന്തോഷം കോടതി മുറ്റത്ത് തന്നെ എനിക്കുണ്ടായിരുന്നു. ആലുവ മുഴുവനും ഇപ്പോഴും ദിലീപിൻ്റെ കൂടെ തന്നെ ആണ്. ആലുവ മൊത്തം അതെന്താണെന്ന് ചോദിച്ചാൽ ആലുവയിൽ ഒരു എന്താ പറയുക, ജനിച്ച് വളർന്ന ഒരു ആലുവക്കാരൻ എന്ന നിലയിൽ പുള്ളിക്കാരൻ ഇവിടെ എല്ലാവർക്കും സുപരിചിതനാണ്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ ആർക്ക് എന്ത് ചെയ്താലും മേന്മയ്ക്ക് വേണ്ടി പബ്ലിസിറ്റി ചെയ്യാറില്ല. മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് പബ്ലിസിറ്റി ആക്കും. പക്ഷേ പുള്ളിക്കാരൻ ഒത്തിരി ഉപകാരങ്ങൾ പലർക്കും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുമുണ്ട്. അത് പബ്ലിസിറ്റി ആക്കും. അങ്ങനെ ഒരു ഈ സിനിമയിൽ ഒത്തിരി ഇത് കിട്ടാൻ വേണ്ടി അങ്ങനെ പബ്ലിസിറ്റി ആക്കി ഒരു കാര്യം പുള്ളിക്കാരൻ ചെയ്യാറില്ല. അപ്പോൾ ദിലീപേട്ടൻ്റെ കട്ട ആരാധികയോ ആണോന്നോ? ദിലീപേട്ടൻ്റെ കട്ട ഫാനാണ് ഞാൻ. ദിലീപേട്ടൻ മാത്രമല്ല, കുടുംബമായിട്ട് കാവ്യേനെ അറിയാം, മഞ്ജു വാര്യരെ അറിയാം. കാരണം ഞാൻ സിനിമാ ഫീൽഡിൽ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. കാരണം ഞാൻ സീനിയറുടെ കൂടെ ജൂനിയറായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരെയും നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ സംസാരിക്കാനോ മറ്റൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. എന്നാലും ഇവരെല്ലാവരും നല്ല പരിചയമാണ്. അതിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദിലീപേട്ടൻ്റെ കട്ട ഫാൻ. തീർച്ചയായിട്ടും കട്ട ആരാധക തന്നെയാണ്. എന്തായാലും ഇത്രയും സമയം ഇവിടെ വെയിറ്റിങ്ങിലാണ് ചേച്ചി നിൽക്കുന്നത്. എന്തായാലും ദിലീപേട്ടനെ ഒന്ന് കാണാൻ ചേച്ചിക്ക് സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ചേട്ടനാണ് അവിടെ നിൽക്കുന്നത്. ദിലീപേട്ടൻ വീടാണ് ഈ കാണുന്നത്. ദിലീപിനെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകളാണ് മനസ്സില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാവരും നിൽക്കുന്നു.
അപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് ആളുകൾ ഇതിനോട് പറയാനുള്ളത് സന്തോഷമായ എന്താ സന്തോഷം കാരണം ദിലീപേട്ടനെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതുപോലെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. ദിലീപേട്ടനെ കാണാൻ വേണ്ടി ദിലീപേട്ടൻ്റെ വീടിന് മുമ്പിൽ കൊച്ചാരാധകൻ വന്നിട്ടുണ്ട്. എന്ത് പറയുന്നു ഈ പറയുന്ന പോലെ കാണാൻ പറ്റാത്തതിൽ? ആദ്യമായിട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് ദിലീപേട്ടന്. ഏത് സിനിമ ഇഷ്ടം ദിലീപേട്ടൻ്റെ? ഡയാന. ഓക്കെ, ഡയാന. ഓക്കെ, റിംഗ് മാസ്റ്റർ. റിംഗ് മാസ്റ്റർ. ആ, ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ എത്രയിലാണ് പഠിക്കാൻ? 7ല്ല. ഏത് സ്കൂളിലോ? സെൻറ്റ് മേരീസില്ല. ഓക്കെ, ഭയങ്കര ഹാപ്പിയാണ്. ദിലീപേട്ടനെ കാണാൻ ഒറ്റയ്ക്ക് വന്നത്? വേറെ ഉണ്ട് കൂടെ? കൂട്ടുകാരുണ്ട് കേട്ടോ. ആരും കാണാനില്ല. അവരോട് വിളിക്കാൻ പാടില്ലേ? പറ്റുമായിരിക്കും, അറിയില്ല. എന്തായാലും ദിലീപേട്ടനെ കാണാൻ വേണ്ടി ജയകൃഷ്ണൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആലുവ സെൻറ്റ് മേരീസിലെ പയ്യൻ വന്നിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയിലാണ് ദിലീപേട്ടൻ്റെ ഇതെന്നാണ് പറയുന്നത്. പിന്നെ വേറെ തന്നെ ശേഷം ഒറ്റ സിനിമ മാത്രം ഇഷ്ടമുള്ള വേറെ സിനിമ ഇഷ്ടമുള്ള ദിലീപേട്ടൻ സൗണ്ട് തോമ കണ്ടില്ലേ? സൗണ്ട് തോമ കണ്ടില്ല. ദിലീപേട്ടനെ കാണാൻ വേണ്ടി ആരാധകർ ഓരോരുത്തരായിട്ട് ചെറിയ കുട്ടികൾക്ക് വരെ ദിലീപേട്ടൻ ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത് കുറച്ചിന് ശേഷം രീതിയിലുള്ള കൊണ്ടുവരാനാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. മമ്മൂത്തേഡൻസ് എന്ന് എഴുതിയതിൻ്റെ ബാക്കിലായിട്ടാണ് കാണുന്നതാണ് ദിലീപിൻ്റെ വീടിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ബാക്കല്ല, ഒരു സൈഡാണ് കേട്ടോ. അവിടെ ഇതാ കുറേ ആളുകൾ നമുക്ക് മരത്തിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് എത്ര കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ ആളുകൾ മുറ്റത്തെ കൂടെ നടക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇതാ കാണുന്ന ആ വലിയൊരു ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ കാണുന്ന ആ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുള്ള ആ ഒരു വീടാണ് ദിലീപിൻ്റെ വീടെന്ന് പറയുന്നത്. മെയിൻ ഗേറ്റിൽ നിന്ന് വീട് കുറച്ച് ഉള്ളിലേക്കായതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ വ്യൂ കിട്ടില്ല. ഈ ഒരു പുഴയുടെ ഇവിടെ വന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വീടിൻ്റെ സൈഡ് നമുക്ക് കാണാൻ കഴിയുള്ളൂ.